ജിന്ന് വഴക്ക് പറയുന്നു ശരിക്കായിരുന്നു. ഇതാ നിന്നോട്ട് വലുതാ ഞാൻ, എനിക്ക് മാരേജ് ആയിട്ടാണ്, നിനക്ക് മാരേജ് കഴിച്ചു ബാക്കി പഠിച്ചിരിക്കുന്നു. ആഹാ അങ്ങനെയാണ് കോമഡിയായിരുന്നു. അങ്ങനെ ഒരു ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ലായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് കൂടി മാരേജ് ആയിരുന്നു. ഹീറോയിനെ ഇങ്ങനെ ക്യാരിങ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അത് മാത്രമല്ല ഹീറോയിൻ സീക്രട്ടായിട്ട് ഹെൽപ്പ് ചെയ്യാം, ഫ്രണ്ട്സാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഫ്രണ്ട്സ് പറയായിരുന്നു. അങ്ങനെ ഹീറോ ഇപ്പം മാഫിയ ക്വീനായിട്ട് ജോലി ചെയ്യുന്നത് എപ്പിച്ചായിരുന്നു. അതുമാത്രമല്ല ഹെൽപ്പ് ചെയ്യാൻ ഷുഗാക്കും ഹീറോ ഒരു മാഫിയ ക്വീൻ. എന്നാൽ ഷുഗോക്കും അറിയൂ. ഷുഗ പറഞ്ഞു നീ അടിച്ചത് വേണ്ട എന്ന് പറയണ്ട എന്ന് പറഞ്ഞു. ഹീറോ സീക്രട്ടായിട്ട് ചെയ്തായിരുന്നു. ഇപ്പോൾ ഫ്രണ്ട്സ് വെച്ച് ചെയ്യാന്ന് മാത്രം. ഹീറോയിൻ ബോഡി ഗാർഡ് ഹീറോയിനെ വെച്ച് അവർ കെയറിങ് ആയിട്ട് നോക്കും. അവർക്കും ഹീറോയാണ് ലൈഫ് കൊടുത്തത്. അതുകൊണ്ട് അവർക്ക് ഹീറോയിൻ എന്ന ഒരു ബോസ് മതിയാണ്. ഹീറോയിൻ പറഞ്ഞവർ കേൾക്കും. അങ്ങനെ ഹീറോയിനെ ഇങ്ങനെ നോക്കുകയായിരുന്നു. ഷുഗർ ഹീറോയിനെ കെയറിങ് ആയിട്ട് നോക്കുമായിരുന്നു. അങ്ങനെ കുറേ ഡേയ്സ് കഴിഞ്ഞ് ഹീറോയ്ക്ക് ക്യൂട്ടായിട്ട് ബോയ് ബേബിനെ അണിച്ച് നെക്സ്റ്റ് ഗേൾ ബേബി. ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. ട്വിൻസാ. അങ്ങനെ ഹീറോയിൻ ഷാക്കായിരുന്നു നോക്കുമായിരുന്നു. അതെ ഷുഗർക്ക് മാരേജ് കഴിഞ്ഞാൽ പിന്നെ ഹീറോയിനെ വിളിച്ചിട്ട് നിർത്തിയിട്ട് വന്ന് കുറച്ച് റെസ്റ്റ്. ഇപ്പോൾ ഡോക്ടർ കുറച്ച് നാൾ കഴിഞ്ഞ് ഡോക്ടറിന് ചെക്ക് ചെയ്ത് ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഒരു പ്രശ്നമില്ല. അങ്ങനെ ഹീറോയ്ക്ക് ഡോക്ടർ എന്ത് തടസ്സം പ്രശ്നമില്ല എന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഷുഗർ ഹീറോയിനെ വെച്ച് ടോർച്ചർ കിസ് ചെയ്യാം വിടാതെ ഹീറോയിനെ ഹോമിച്ച് ടോർച്ചർ. ഹീറോയി വഴക്കോ തുടങ്ങി ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, ഞാനൊരു മാഫിയ ക്വീനായിരുന്നു, ഇവനെ വേണമെന്ന് വെച്ചു, ഇപ്പം എനിക്ക് കഷ്ടമല്ലേ എന്ന് ഹീറോയ്ക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ട്സൊക്കെ മാരേജ് ആയിരുന്നു. അത് ഇവർ പിറ്റേ ഡിസംബറിൽ കുറച്ച് പേർക്കും ജിന്നുക്കും പൂജാനെ കൂടെയും കീർത്തിനെ കൂടെയും ആറും മേഘനെ കൂടെ ജേഹവും. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ എല്ലാവരും ഹാപ്പി ഫാമിലിയായി മാറി. ഇങ്ങനെ ഹീറോയിൻ ബേബീസ് വളർന്നു വലുതായി. അതുകൊണ്ട് മോം എന്താ മോം എനിക്ക് ആരെയും പറയണോ ഷുഗ അവിടെ ഇരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഷുഗ കുറച്ച് സാഡായിരുന്നു. ഇവളിപ്പോൾ ടച്ച് ചെയ്യുന്നില്ലല്ലോ, ഇപ്പം എന്താ ചെയ്ത ഷുഗ ഒന്ന് ആശയൊക്കെയായിരുന്നു. അങ്ങനെ ബേബീസ് വന്നു മോം എനിക്കൊരു ഒരു അനിയത്തി വേണം എന്നിട്ട്. അപ്പോൾ ബേബി ഡാഡിൻ്റെ മനസ്സിലായോ എന്ന് പറയുന്നു. അതിനായിട്ട് എന്ത് ഹനിയാണ് അനിയത്തിയാ എന്ന് കേൾക്കുക ഷുഗറിന് കേൾക്കുമായിരുന്നു. ഡാഡി പറഞ്ഞത് അല്ല മോം, ഞാൻ വീട് നോക്കുമായിരുന്നു, അവിടെ എൻ്റെ ഫ്രണ്ട്സ് കനിയന്മാരും അനിയത്തിമാരും ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഹീറോയിൻ ബേബീസൊക്കെ ഇപ്പോൾ 6 വയസ്സായി. അങ്ങനെ കേട്ട് പറയായിരുന്നു പ്ലീസ് മമ്മി അങ്ങനെ ആയിട്ട് പറയായിരുന്നു. അത് ഷുഗറിൻ്റെ മമ്മിക്ക് കേട്ടോ. ഷുഗറിൻ്റെ മമ്മിക്ക് ചിരിക്കും വന്ന് ബേബീസ് നിങ്ങൾക്ക് ഫിസ്റ്റർ വെതർ വരൂ, നിങ്ങൾ എൻ്റെ കൂടെ ഉറങ്ങാം വാ എന്ന് പറഞ്ഞു. ഓക്കെ ഗ്രാൻഡ്മ എന്ന് പറഞ്ഞ് അവരെ കൂടെ ഉറങ്ങാൻ പോയി. ഹീറോയ്ക്ക് അയ്യോ എന്ത് ചെയ്യുന്നറിയില്ല. ഷുഗർക്ക് കിട്ടിയ ചാൻസ് ഒന്ന് ഹീറോയിൻ എടുത്ത് വന്നു. ബാ ബേബി എന്ന ഹീറോയിനെ എടുത്തുകൊണ്ട് പോയി. ഷുഗർ ഇവിടെ തന്നെ എന്താ ചെയ്യുക, നമ്മുടെ ബേബീസ്ക്ക് ബേബി വേണം പറഞ്ഞു. അങ്ങനെ ഷുഗർ ഹീറോയിൻ വെച്ച് ഭയങ്കര റൊമാൻസ് ചെയ്ത് ഷുഗർ കടിക്കാൻ വിടാന്ന് പറഞ്ഞ ഹീറോയിനെ തള്ളിയായിരുന്നു. ഷുഗർ വിട്ടേയില്ല. ഹീറോയിൻക്ക് റൊമാൻസ് തരുന്നു. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് ഗേൾ ബേബി ജനിച്ച് ബേബീസ് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഫ്രണ്ട്സ് പറയാതില്ല.